അജ്മീറിൽ വെച്ച് അതിസാഹസികമായി കേരള പോലീസ് പിടികൂടിയ പ്രതികൾ പെരുമ്പാവൂർ മോഷണ കേസിലും പ്രതികൾ. ഉത്തരാഖണ്ഡ് സ്വദേശികളായ സജാദ്, ഡാനിഷ് എന്നിവർ പെരുമ്പാവൂരിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചതിനു ശേഷം ആലുവയിലെത്തി കവർച്ച നടത്തുകയായിരുന്നു. പ്രതികളെ പെരുമ്പാവൂർ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആലുവയിൽ മോഷണം നടത്തി അജ്മീറിലേക്ക് കടക്കുകയും അവിടെ വെച്ച് പോലീസിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്ത ഉത്തരാഖണ്ഡ് സ്വദേശികളായ സജാദ്, ഡാനിഷ് എന്നിവരാണ് പെരുമ്പാവൂരിലും മോഷണം നടത്തിയതായി തെളിഞ്ഞത്. പെരുമ്പാവൂരിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായാണ് ആലുവയിലെത്തിയ പ്രതികൾ കവർച്ച നടത്തിയത്. ചിറയമ്പാടം പുത്തുക്കാടൻ സലീമിന്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന മാവിൻചുവട് സ്വദേശി ആസിഫിന്റെ ബൈക്കാണ് പ്രതികൾ മോഷ്ടിച്ചത്. അപ്പോൾ വീട്ടിലോട്ട് പോകാൻ നേരത്ത് ബൈക്ക് തന്നെ ഇപ്പോൾ കാണാം. അപ്പോൾ ഇവനോർത്ത് കൂട്ടുകാരും എടുത്തേക്കണമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇവൻ ആദ്യം അന്വേഷണം നടത്തിയത്. അത് കഴിഞ്ഞ് ബാപ്പ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു ബൈക്ക് പോയി. അങ്ങനെ ബാപ്പ എന്ന കംപ്ലയിൻറ്റ് ചെയ്യും. പിറ്റേന്ന് SP ഓഫീസിൽ നിന്നാണ് ഇവൻ്റെ വണ്ടി കളവ് നടത്തിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷൻ്റെയും പോലീസുകാരും ഇവിടെ വന്നിരുന്നു. SP ഓഫീസിലെയും ആളിവിടെ വന്നു. സംഭവം ഇവിടെ വെച്ചാൽ പോയേക്കണേന്നും ഞങ്ങളും പറഞ്ഞു. പുതിയ പുതിയ ബൈക്കൊക്കെ ഇരിക്കണമുണ്ട്. ഈ പാവപ്പെട്ടൻ്റെ ബൈക്കും ഉണ്ടേതാണ്. കൊള്ളില്ലാത്ത ബൈക്ക് അതൊക്കെ നോക്കിയാലും അറിയാമല്ലോ. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആദ്യം വിചാരിച്ച് ആരെങ്കിലും പൊക്കി മറിച്ച് കൊടുത്തതാണോ. ഇവർ ഇത്രയും ദൂരം ഇവിടെ വന്നിട്ട് പന്തളി ഉണ്ടെന്നുള്ളത് ഇവർക്കും കൃത്യമായിട്ട് അറിയില്ലല്ലോ. ഒരു മലയാളിയാണെങ്കിൽ ഒരു അലോൺസ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെയും വരും. ഇവിടെ രാത്രി ഒരു 8 മണിയാകുമ്പോൾ സെറ്റ് വർക്ക് ചെയ്യണം. 10 മണിയാകുമ്പോഴേക്കും അതൊക്കെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചത്. സംഭവ സ്ഥലത്തെത്തിച്ച പ്രതികളെ തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം പെരുമ്പാവൂർ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഈ പിള്ളേരെ എത്രയും ബൈക്ക് ഇവിടെ കൊണ്ടു വയ്ക്കണം നമ്മൾ ആ പേരോടെയും ചോദിക്കാറില്ല. അപ്പം നിങ്ങൾ കൊണ്ടു വച്ചാലും വണ്ടി ഒന്നും പെട്രോൾ തീർന്നും പറഞ്ഞ് ഇവിടെ കയറ്റി വയ്ക്കും. ഓരോ ദിവസം കണ്ടില്ലെങ്കിൽ നമ്മളത് അന്വേഷിക്കും. മറ്റു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പത്തിന് വന്നേക്കണം. അപ്പോൾ നമ്മൾ പറയും പതുക്കെടുത്ത് പുറത്ത് വയ്ക്കുക. മിക്കവാറും പെട്രോൾ തീർന്നാണെങ്കിൽ പിന്നെ നമ്മളത് ശ്രദ്ധിക്കൂല. ഇവിടെയുള്ള പിള്ളേരൊക്കെ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഞാൻ അറിഞ്ഞില്ലെങ്കിൽ എൻ്റെ പിള്ളേരെ അറിയണതായിരിക്കും. അപ്പോൾ അത് കാരണം ഇപ്പം അങ്ങനെയും ചെയ്യാറില്ല. ഇപ്പം ഏതൊരു ബൈക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പഞ്ചറായിട്ടായിരിക്കും, ചിലപ്പോൾ പെട്രോൾ തീർന്നായിരിക്കും മിക്കവാറും കയറ്റി വരും. ആ രീതിയിൽ പിന്നെ നമ്മൾ കൂടുതലായിട്ട് അന്വേഷിക്കാറില്ല. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.